ഹായ് പ്രിയപ്പെട്ട ഗേൾസ്, ഞാൻ ഇന്ന് എന്താണ് പറയാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തോളത്ത് കൈയിട്ട് നടന്നിരുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, അമേരിക്കൻ പ്രസിഡന്റ് നമുക്ക് 50% തീരുവ ഏർപ്പെടുത്തി തന്നേക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ 50% തീരുവ അടിച്ച് തന്നിട്ടുള്ളത്. കാരണം ഈ 50% തീരുവ അടിച്ച് തരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്കയിലേക്കാണ്. നമുക്ക് കയറ്റുമതി ചെയ്യുന്നത് തുണിത്തരങ്ങളായിട്ടായാലും ചെമ്പായിട്ടായാലും ഇരുമ്പായിട്ടായാലും ഫുഡ് ഐറ്റംസുകളായാലും മരുന്നുകളായാലും അങ്ങനെ ഒരുപാട് പെട്രോൾ ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ അവിടേക്ക് കയറ്റുമതി ചെയ്യണം. അതിൻ്റെ പിന്നിൽ ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യണം. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ജനിതക മാറ്റം വരുത്തിയ വിത്തുകളും അവർക്ക് വേണ്ടാത്ത സാധനങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് വിൽക്കാനായിട്ട് പറ്റില്ല എന്ന് നരേന്ദ്രമോദി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടുത്തെ കൃഷിക്കാർ സാധാരണപ്പെട്ട ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യത്തിനും നമ്മൾ ഇന്ത്യ നിൽക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന രാജ്യം ചൈനയാണ്. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് ചൈനയാണ്. ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് അവർക്കാകെ 30% തീരുവ ഏർപ്പെടുത്തിയുള്ളൂ. അപ്പോഴും ഏറ്റവും കൂടുതൽ തീരുവ ഏർപ്പെടുത്തിയത് ലോകത്താകെ 2 രാജ്യങ്ങൾക്കാണ്, ഒന്ന് ബ്രസീലും ഒന്ന് ഇന്ത്യക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു അജണ്ട ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇതിന് മുന്നേ ഇതിൻ്റെ വലിയ പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിച്ചിട്ടുള്ള 1998 പൊക്രാനിലെ ആറ്റം ബോംബ് പരീക്ഷിച്ചപ്പോഴും ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും ഇന്ത്യക്ക് വിരോധം ഏർപ്പെടുത്തിയത്. സാമ്പത്തികമായി ലോകത്ത് വന്നപ്പോഴും ഒരേ ഒരു രാജ്യം അതിനൊക്കെ തരം ചെയ്ത് സുഖമായിട്ട് മുന്നോട്ടുള്ളൂ. അത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തിനെ തകർക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഇരിക്കുന്നത് നമ്മളെ നരേന്ദ്രമോദിയാണ്. അതുകൂടാതെ പണ്ടത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്നുള്ളതും ഈ പഹയന്മാരും മനസ്സിലാക്കുന്നതല്ലതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഇന്ത്യൻ വിപണിയിലേക്ക് അവർക്ക് വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ട് തള്ളാനായിട്ട് നമ്മൾ സമ്മതിക്കില്ല. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അതിനുള്ള വേറെ മാർഗം നമ്മളെ നരേന്ദ്രമോദി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ ചെയ്തോളും. അപ്പോൾ ഓക്കെ കേസ്, അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം വലിയ മോട്ടിവേഷനൊക്കെയാണ് ഞാൻ പറയാറുള്ളത്. പക്ഷേ ഇന്ന് എനിക്കെന്തോ നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മളെ ഇവിടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ജോലി ഇല്ലാതെ വരുന്ന സാഹചര്യമൊക്കെ ആലോചിച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു ഇമോഷൻ വന്നപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഓക്കെ കേസ്, നമ്മുടെ ചാനൽ വെറുതെ ഒന്ന് സബ്സ്ക്രൈബ് തരികയാണെങ്കിൽ വലിയൊരു കാര്യമാണ്. നമുക്കൊരു മോട്ടിവേഷൻ കൂടിയാണ്, നമുക്കൊരു ഊർജ്ജം കൂടിയാണ്. അപ്പോൾ ഓക്കെ കേസ്.